അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടേ അത് ആരെങ്കിലുമൊക്കെ കാണിക്കുമ്പം അവർ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഈ വീട് വിറ്റ് പോയിക്കോ, നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമ്മളങ്ങനെ വിറ്റ് പോകേണ്ടതുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വീട് എന്ന് പറയുമ്പം ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളായിരിക്കും. അത് പല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവരത് വീട് എന്ന സ്വപ്നം പൂർത്തിയാക്കുക. ചിലപ്പോൾ വീട് വാങ്ങുന്നവരായിരിക്കും, അല്ലെങ്കിൽ സ്ഥലം എടുത്തിട്ട് വീട് നിർമ്മിക്കുന്നവരായിരിക്കും. അപ്പോൾ വാങ്ങുന്ന വീടുകളായാലും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനി ചില ആളുകൾക്ക് വാങ്ങുന്ന സമയത്ത് വിശ്വാസം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചില ആളുകൾക്ക് വീട് നിർമ്മിക്കുന്ന സമയത്ത് ഇപ്പം അതിനെപ്പറ്റിയൊന്നും അങ്ങനെ ആരെങ്കിലും പറഞ്ഞാലും അത്ര ശ്രദ്ധിക്കില്ല. കുറച്ച് അവനവൻ്റെ രീതിക്കും ആഗ്രഹത്തിനനുസരിച്ച് പ്രാധാന്യം കൊടുക്കും. അല്ലെങ്കിൽ ആരെങ്കിലും ചില സ്ഥലത്ത് ചെയ്ത പ്ലാനുകളൊക്കെ ഇവിടെ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യും. അല്ലാതെ നമ്മളെ ഈ സ്ഥലത്തിന് അനുസരിച്ചുള്ളതാണോ മറ്റു കാര്യങ്ങളൊക്കെ ചില ആളുകൾ നോക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ വീടൊക്കെ പൂർത്തിയാക്കി താമസിച്ച് തുടരെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് അവർ വീട് ഇതേപോലെ ആരെങ്കിലും എടുത്തു പോകും. അപ്പോൾ അവർ ചിലപ്പോൾ പറയുന്നത്, അപ്പോൾ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, ഇത്ര കൊല്ലമായി നമുക്ക് താമസം തുടങ്ങിയിട്ട്, അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അവർ പറയും, നിങ്ങളിത് വിറ്റ് പോയിക്കോ, ഇത് പിന്നെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ ഭൂമിയല്ല. ഇനി ചില ആളുകൾ കുറച്ചും കൂടിയൊക്കെ പേടിപ്പിച്ചിട്ട് അവിടെ അങ്ങനത്തെ പോക്കുവരുമുണ്ട്, ഇങ്ങനത്തെ പോക്കുവരുമുണ്ട്, അവിടെ പൈശാചിക പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കിത് പറ്റില്ല. ചില ആളുകൾ പറയും, ഇത് പിന്നെ ഇങ്ങനെ ബ്രാഹ്മൺസോ അല്ലെങ്കിൽ നായന്മാരൊക്കെ താമസിച്ചാൽ അവർക്കേ പറ്റുള്ളൂ, സഹോദര മതത്തിൽ അവർക്കേ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പേടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് വിറ്റ് പോവാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വരികയാണെങ്കിൽ, അയാൾ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വരികയാണെങ്കിലും നമ്മളയാൾക്ക് അതിനെങ്ങനെ ഏറ്റവും സുഗമമായിട്ട് പരിഹരിക്കാം, അല്ലെങ്കിൽ അയാൾക്കൊരു പരിഹാരമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇനി നമുക്ക് ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്ത സ്ഥലമാണെങ്കിൽ പോലും നമ്മളതിനൊന്ന് പ്രയത്നിക്കണ്ടേ, നമ്മളെ അടുത്തുള്ള പരിഹാരം നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ. ഇപ്പം നമ്മളൊരു ദിക്റായാൽ പോലും, ഒരു സലാത്തായാൽ പോലും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായാൽ പോലും നമ്മൾ അതൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ, അല്ലെങ്കിൽ അതാണല്ലോ അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ. പിന്നെ മാത്രമല്ല, നമുക്കിനിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ വിചാരിച്ചാലും അതൊക്കെ പടച്ചവന് തടുക്കാൻ പറ്റുമല്ലോ, റബ്ബിലാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരാൾ നമ്മളടുത്തേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചികിത്സകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരാൾ നമ്മളടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മളെപ്പോഴും അയാളുടെ കൺവിൻസ് ഉണ്ട്, അയാളെ പേടിപ്പിക്കുക എന്നുള്ള ഒരു പ്രൊജക്റ്റിലേക്കല്ല നമ്മൾ പോകേണ്ടത്, അല്ലെങ്കിൽ മാക്സിമം അയാളെ പേടിപ്പിച്ച് അങ്ങനെയല്ല. നമ്മൾ അറിവ് മൊത്തം അയാളുടെ അടുത്ത് പ്രയോഗിക്കണമെന്നൊന്നുമില്ല നമുക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പിശാചിന് പല പേരുകളും ഇട്ട് പിടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പൈശാചിക പ്രശ്നം എന്ന് പറയുന്നതിന് പകരം ചില ആളുകളത് ബ്രഹ്മരക്ഷസ്, കുട്ടിച്ചാത്തൻ, ചേക്കുട്ടി, അങ്ങനെ പല പേരുകളിലും പറഞ്ഞിട്ട് അതിനെ പേടിപ്പിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഓരോരുത്തുണ്ടായ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇങ്ങനെ സമയത്ത് ഒരു അസുഖം ഉണ്ടായില്ലേ, ഇങ്ങനെ ഒരു മരണം ഉണ്ടായില്ലേ, ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ ഈ വീടിൻ്റെ കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആത്യന്തികമായിട്ട് നമ്മളെടുത്ത് വരുന്ന ആൾ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെടുത്ത് വരുന്ന ആൾക്ക് ഏറ്റവും ലേറ്റായിട്ട് അവതരിപ്പിച്ച് ഏറ്റവും നമുക്ക് പറ്റുന്ന പരിഹാരങ്ങൾ, ഇപ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ ചെറിയൊരു ഭാഗം ചിലപ്പം ക്രോസ് വെന്റിലേഷനോ അല്ലെങ്കിൽ ഇപ്പം സ്ഥാനപ്രകാരമൊക്കെ ചിലപ്പോൾ പൊളിച്ചു മാറ്റേണ്ടതുണ്ടെങ്കിൽ പോലും നമ്മളവരോട് ചെന്നിട്ട് ഉടനെ ഇത് പൊളിച്ചു മാറ്റിക്കോളൂ അങ്ങനെയല്ല നമ്മളെ കണ്ടീഷൻ. ഇത് നമ്മൾ അവർക്ക് ഒരു ക്രോസ് വെന്റിലേഷനൊക്കെ ചെയ്തു കൊടുത്ത്, അല്ലെങ്കിൽ ഇടയ്ക്കൊരു മതിൽ കെട്ടാൻ ഉണ്ടെങ്കിൽ അത് ചെയ്തു നോക്കി, അങ്ങനെയൊക്കെ. ഇനി അതല്ല എന്തെങ്കിലും ചെല്ലിയിട്ട്, ഇപ്പോൾ പൈശാചിക പ്രശ്നങ്ങൾക്ക് ഇസ്ലാമിക പരിഹാരങ്ങളുണ്ടല്ലോ, അതൊക്കെ ചെയ്തു നോക്കിയിട്ട് എന്നതിൻ്റെ ശേഷം ഒരു 21 ദിവസം നോക്കാം, അല്ലെങ്കിൽ ഒരു 45 ദിവസം ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തൊക്കെ അവർക്ക് ബാധിക്കുന്നുണ്ട്, പിന്നീട് അവർക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്താണ്, അവർക്ക് അതോടുകൂടി ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടോ, അല്ലെങ്കിൽ അവരെ ഇപ്പം എനിക്ക് വീടിനെന്തോ പ്രശ്നമുണ്ട് എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്ന അതിൽ നിന്നും അവരെ കരകയറ്റാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളൊരു ചികിത്സകനോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളടുത്തേക്ക് വരുന്ന ഒരാൾക്ക് ഒരു പരിഹാരമാവുന്നുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരാളെ കുറ്റമായിട്ട് പറഞ്ഞിട്ടൊന്നും ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ടുണ്ടായി. അവർ ഏകദേശം താമസിച്ചിട്ട് 3 വർഷമായിട്ടുള്ളൂ വീട്ടിൽ. അപ്പോൾ അവർക്ക് തുടരെ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ആദ്യം
പോയി നോക്കിയപ്പോൾ ഒരാളടുത്ത് പോയി. അവർ വീട്ടിലേക്ക് വന്നിട്ടൊന്നുമില്ല. അവരെന്തോ നോക്കിയിട്ട് പറഞ്ഞത്ര ഇവരോട് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല, നിങ്ങൾ ഒഴിവാക്കി. പിന്നെ അവർ വേറൊരാളടുത്ത് പോയി. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ നമ്മൾ വീട് വന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ ഒഴിവാക്കി. അപ്പോൾ ഇങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോഴാണ് അവർ യൂട്യൂബൊക്കെ നോക്കിയിട്ട് നമ്മളെ അന്വേഷിച്ചൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ കണ്ടീഷൻ പ്രകാരം അതങ്ങനെ ഒഴിഞ്ഞു പോകേണ്ട ഒരു വീടൊന്നുമല്ല. അവർ പറഞ്ഞിട്ടാണെങ്കിൽ വർഷങ്ങളായിട്ട് അവിടെ അവരുടെ പറമ്പാണ്, അവരുടെ തൊട്ടടുത്തുള്ള അവരുടെ തന്നെ അവകാശത്തിലുള്ള, അതായത് ഓഹരിയായിട്ട് വന്ന പറമ്പാണ്. തൊട്ടടുത്ത് തന്നെയാണ് അവളെ തറവാട് പൊളിച്ചിട്ടാണ് അവരിവിടെ താമസിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വിറ്റുവെക്കും. ഇപ്പം എൻ്റെ കയ്യിലുള്ള തറവാട് ഏറ്റവും യോജിക്കൽ എനിക്കാണ്. ഇനിയിപ്പോൾ നമ്മളിത് വിറ്റ് പോവുകയാണെങ്കിൽ തന്നെ ഇനി എടുക്കുന്നതാക്കിയ പ്രശ്നം, നമ്മളിപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാളത് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു സാധനം ഞാൻ ഒരാൾക്ക് വിൽക്കുകയാണെങ്കിൽ അതിനൊരു നിയമമുണ്ട്. ആ വിൽക്കുന്ന സാധനം അയാൾക്ക് ഉപകരിക്കും, അത് പൂർണ്ണ തോന്നില്ലായിരിക്കുക, അയാൾ സ്വീകരിക്കുക, അയാൾക്ക് തൃപ്തിപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഞാനൊരു കുഴപ്പം കൊണ്ടാണ് അത് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വിൽക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ കണ്ടീഷൻ. അപ്പം ഞാനിപ്പോൾ വിശ്വസിക്കുകയാണ് എൻ്റെ പറമ്പ് ഇങ്ങനെ കുഴപ്പമുണ്ട്, അതുകൊണ്ട് ഞാൻ വിൽക്കുക, വേറൊരാൾക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊരു ഇസ്ലാമിക പരിഹാരമല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഏത് കാര്യത്തിനും ഒരു പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുക, അല്ലെങ്കിൽ പരിഹാരമാണല്ലോ ഭൂമിയിൽ അങ്ങനെയുള്ള നമ്മൾ എല്ലാ കാര്യത്തിനും പരിഹാരങ്ങൾ ചെയ്തു നോക്കുക. അങ്ങനെ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുമ്പോഴാണ് നമ്മൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചികിത്സകർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കോപ്പി ബുക്ക് ടെസ്റ്റ് ആയിട്ടാണോ നമുക്ക് കേസുകൾ വരിക, അങ്ങനെ ക്ലയൻറ്റുകൾ വരിക, അങ്ങനെയല്ലല്ലോ. നമുക്ക് വരുന്ന കേസുകളിൽ നമ്മൾ ചിലപ്പം ഇന്ന കാര്യങ്ങൾ ചെയ്തു നോക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കും, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഫലമൊക്കെ കിട്ടിയ മുജറബായിട്ട് കാര്യങ്ങൾ സാധിക്കുന്ന ചില കാര്യങ്ങളിൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകും. അല്ലാതെ ഒറ്റയടിക്ക് നിങ്ങൾ ഇത് വിറ്റുപോയിക്കും. അപ്പം ഇവിടെ ഇയാൾക്ക് സംഭവിച്ച കാര്യം തന്നെ എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ആൾ ഇത് കുറേ ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ കണ്ടപ്പം അയാൾ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും വലിയൊരു ഇതില്ലാത്ത ആളായതുകൊണ്ട് അയാൾ എന്താക്കി, അയാൾക്ക് പിന്നെ നല്ല തിരക്കുമാണ്, കൂടുതൽ ഇതിൽ മെനക്കെടാൻ പറ്റാത്തതുകൊണ്ട് അയാൾ നിങ്ങൾ വിറ്റ് ഒഴിവാക്കിയേ. പിന്നെ പ്രശ്നം തന്നു, അയാൾക്കും പ്രശ്നമില്ല, ഇവർക്കും പ്രശ്നമില്ല. രണ്ടാമത്തെ ആളോട് വന്നേക്കും കൊണ്ടേക്ക് നോക്കിയപ്പോൾ ഇവർ ഈ കാര്യങ്ങൾ പറയും. ഇങ്ങനെ ആദ്യം ഞാൻ ഒരാളടുത്ത് പോയിരുന്നു, അപ്പം എൻ്റെ അടുത്ത് വന്നപ്പോൾ അവരത് പറഞ്ഞു, ഒരാളടുത്ത് പോയിരുന്നു, അവരിങ്ങനെ പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞു, അവർ വിറ്റു. അപ്പോൾ പിന്നെ മറ്റാളും വെറുതെ നമ്മളെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, വെറുതെ എന്തിനാണ് നമ്മൾ എടുത്ത് തലയിൽ വെക്കണം, നിങ്ങൾ വിറ്റളഞ്ഞ് ഓക്കെ. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ ഞാൻ മനസ്സിലാക്കി എടുത്തോളാം. അല്ലാതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എനിക്ക് പറയാൻ പറ്റണ്ടേ. ഇനി അതല്ല, ഒരാൾ ഞാൻ അങ്ങനെ വിൽക്കാൻ പറയുകയാണെങ്കിൽ തന്നെ അയാൾ 1, 2, 3 വട്ടം എന്തെങ്കിലുമൊക്കെ പരിഹാരം ചെയ്ത് നോക്കിയിട്ട് ആവുന്നില്ലെങ്കിലല്ലേ എനിക്ക് കഴിയൂല, അല്ലെങ്കിൽ നിങ്ങളിത് വിറ്റ് മാറിക്കോളൂ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. താമസിക്കാൻ പറ്റാത്ത പറമ്പാണ്, അതുകൊണ്ട് അതിൽ താമസയോഗ്യമാക്കാൻ ആ ചികിത്സകന് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് അയാൾ ചികിത്സ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അയാളെ പരിഹാരം, എന്തിനാണ് അയാളുടെ അടുത്ത് വരേണ്ടത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരികയാണെങ്കിൽ അയാൾക്കൊരു പരിഹാരം, ഇപ്പോൾ ചിരി കൊണ്ടോ സംസാരം കൊണ്ടോ, അല്ലെങ്കിൽ അയാൾക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടോ, അല്ലെങ്കിൽ അയാളെ മാനസിക വിഷമത്തിനൊരു പരിഹാരമാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ചിലപ്പോൾ ചില ആളുകളോട് ഇപ്പോൾ നമ്മൾ തന്നെ കുറച്ച് നേരം സംസാരിച്ചാൽ തന്നെ പരിഹാരം അവർക്കൊരു മാനസിക സംതൃപ്തി. അല്ലാതെ ഒരാൾ ആറ്റുനോറ്റൊരു വീടുണ്ടാക്കി അതിനെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായി, അല്ലെങ്കിൽ പരിഹാരം ഇയാളുടെ നിന്ന് കിട്ടും എന്ന് പറഞ്ഞ് വരുന്ന ആളോട് നിങ്ങളിത് വിറ്റേക്ക് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. ഒരിക്കലും ഒരു ചികിത്സാ രീതിയല്ല. നമ്മൾ ആളുകൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരുമ്പം, അല്ലെങ്കിൽ നമ്മളൊരാളടുത്തേക്ക് പോകുമ്പോൾ അയാൾ നമ്മളോട് ഇത് വിറ്റ് കളഞ്ഞ് എന്ന് പറയണത് നമ്മൾ ഒരിക്കലും അത് വിശ്വസിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ അടുത്തേക്ക് നമ്മളൊരു പരിഹാരത്തിനാണ് ഇപ്പോൾ ചെല്ലുന്നത്, പരിഹാരമല്ല ഒരിക്കലും വിറ്റ് കളഞ്ഞു എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ ഇതാരാ പറഞ്ഞു, അപ്പോൾ അയാളൊരു വലിയ പ്രഗത്ഭൻ്റെ പേരൊക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അയാൾ പ്രഗത്ഭനാണോ അല്ലേ, കുറേ ആളുകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് അയാൾ പരിഹാരം പറയണ്ടേ. അപ്പോൾ ഒരു പരിഹാരമില്ലാത്ത ചികിത്സകർ നമ്മളെന്തായാലും നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരുമ്പം, അല്ലെങ്കിൽ നമ്മളെ കാണാൻ ഒരാൾ വരുമ്പം നമ്മൾ അയാൾക്കൊരു പരിഹാരം നിർദ്ദേശിക്കുകയാണ് വേണ്ടത്. നമ്മളെ കൊണ്ട് കഴിയുന്ന പരിഹാരമല്ല നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ പടച്ചോനിൽ ഭാരം ഏൽപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ ഷിഫ പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊരാൾക്കൊരു ഫലം നിർദ്ദേശിച്ചു കൊടുക്കുന്നു. അത് നമ്മളല്ലല്ലോ ഇപ്പോൾ നടത്തുന്ന ആൾ, പടച്ചോനല്ലേ. അപ്പം നമ്മൾ നിർദ്ദേശിക്കുന്ന ആ ഫലത്തിൽ പടച്ചോൻ അയാളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അയാളെ വിഷമം തീർത്ത് കൊടുക്കുക
എന്നുള്ള കർമ്മത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ വിറ്റുപോകും. ഇനിയിപ്പം അയാൾക്ക് വിറ്റ് പോയിട്ട് അയാൾ വേറൊരു സ്ഥലം എടുത്തിട്ട് അവിടെ ഇങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ ചികിത്സകരായാലും ശരി, ആളുകൾ ഇപ്പോൾ വീടുകളിൽ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ പറയുന്ന ആളുകളാണെങ്കിലും ശരി, നിങ്ങൾ പരിഹാരങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അതല്ല ഇപ്പോൾ ചില ആളുകൾ പറയുന്ന നമ്മുടെ വീട്ടിൽ ഇതേവരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു, അപ്പോൾ അങ്ങനെ നമ്മോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഉറപ്പായി എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ മനുഷ്യനെ ജീവിതത്തിൽ ഏകദേശം വളരെ വിരലിലുണ്ടാവുന്ന കാര്യങ്ങളെ നമുക്ക് വരുള്ളൂ. അതായത് അസുഖം പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാവും. ഇനി വല്ല അംഗവൈകല്യമോ ബുദ്ധി ശ്രമങ്ങളോ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളോ അസുഖങ്ങളോ അതേപോലെ തന്നെ എന്തെങ്കിലും മരണങ്ങളോ അല്ലെങ്കിൽ കൊലപാതകങ്ങളോ അല്ലെങ്കിൽ ആത്മഹത്യകളോ ഇങ്ങനെ മനുഷ്യന് കൈമിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതൊക്കെ ഓരോ കാലത്തും ഓരോ ഇതിലും പലതായിട്ട് മനുഷ്യന് വന്നിട്ടുണ്ടാവും. അതിപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ഞാൻ അയാളോട് അയാളുടെ ജീവിതത്തിൽ ഇതേവരെ നടന്ന കഥകളെല്ലാം നമ്മൾ പറയേണ്ടത്, അല്ലെങ്കിൽ അത് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. നമുക്ക് അയാൾ ഇപ്പം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ഇപ്പം ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം നടക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിന് പരിഹാരമാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. നമ്മളുടെ ഒരു രീതി അങ്ങനെയാണ്. അല്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞാൽ അല്ലെങ്കിൽ ഞാനത് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് അതിനെല്ലാം നമുക്ക് പരിഹാരം ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഏത് കാര്യമായാലും ശരി, ഒരാൾ നമ്മളെ അടുത്തേക്ക് വരുമ്പം അല്ലെങ്കിൽ നമ്മളൊരാളുടെ അടുത്തേക്ക് പോകുമ്പം നമുക്കൊരു പരിഹാരം വ്യക്തമായിട്ട് കിട്ടുക എന്നുള്ളത് പ്രധാനമാണ്. ആ പരിഹാരം കിട്ടുന്നതിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. അപ്പോൾ ആ പരിഹാരം കിട്ടുന്നില്ലെങ്കിൽ അയാൾക്ക് ആ കാര്യം മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അയാൾക്ക് അറിയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാൻ എൻ്റെ അടുത്തേക്ക് ഒരാൾ വരികയാണെങ്കിൽ നമ്മൾ അയാൾക്ക് ഏറ്റവും ലേറ്റായിട്ട് ആ കാര്യം മനസ്സിലാക്കി അയാളോട് പറഞ്ഞ് അയാൾക്ക് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഇന്ന കാര്യം ചെയ്തു നോക്കി അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് അതിൽ അള്ളാഹുവിൻ്റെ പരിഹാരമല്ല, അള്ളാഹുവിൻ്റെ ഷിഫ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രതീക്ഷിക്കാം, അതാണ് നമ്മൾ ഉപദേശിക്കുന്നത്. അപ്പോൾ അതിനെ മുൻനിർത്തിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങളോട് പല ആളുകളോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അങ്ങനത്തെ അനുഭവങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചെയ്തു. അപ്പോൾ ഇൻഷാ അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതേപോലെ വീടെടുത്തിട്ട് ബുദ്ധിമുട്ടുന്ന വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ബുദ്ധിമുട്ടുകൾ നീക്കി സുഖത്തിലും സന്തോഷത്തിലും ആഖിറത്തിലും ഭൂമിയിലുമൊക്കെ ഇസ്സത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് അവർക്ക് നമ്മൾക്കൊക്കെ അള്ളാഹു നൽകട്ടെ. എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരട്ടെ. ഇങ്ങനെയുള്ള ആപത്തുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ആമീൻ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് എന്ന കാര്യം പരിഗണിക്കാം. പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പും ചെയ്യാം. അപ്പോൾ ഇൻഷാ അള്ളാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.